നല്ല മണമുണ്ട് കേട്ടോ. മെയിൻ സംഭവം എന്തേ വരുന്നുള്ളൂ. നല്ല മധുരമൊക്കെ ഉള്ളൊരു സംഭവമാണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ജമോന എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സൈറ്റിൽ നിന്നാണ്. ഇതൊരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. അത് ഇപ്പം തന്നെ ഞാൻ റിവീൽ ചെയ്യണതായിരിക്കും. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായിട്ടൊരു സംഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. നല്ല മധുരമൊക്കെ ഉള്ളൊരു സംഭവമാണ്. വിദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ മിസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഒരു സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നല്ല പാക്കിംഗ് ഒക്കെ ഉണ്ടോ, നന്നായിട്ട് പേപ്പറൊക്കെ ഇട്ടിങ്ങനെ ഫില്ല് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പൊട്ടി പോകാണ്ടിരിക്കുക അല്ലെങ്കിൽ ചീത്തായി പോകാണ്ടിരിക്കുക പേപ്പറൊക്കെ നമുക്ക് മാറ്റാം. ഇതിൽ ഇവരുടെ ഒരു ഗ്രാറ്റിസ്, ഇവരുടെ ഒരു 5% ഓഫറിൻ്റെ ഒരു പേപ്പറൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് വേപ്പലാണ്. ഇത് എന്താണ് ഡെലിവറി ചാർജും കൂടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തേണ്ട, അതിന് വേണ്ടി ബുക്ക് ചെയ്തതിന്. ഇതല്ല മെയിൻ സംഭവം. എന്തേ വരുന്നുള്ളൂ. ചേട്ടാ, ഇതാണ് സംഭവം. നല്ല മണമുണ്ട് കേട്ടോ. വൗ, ഇതാണ് നമ്മുടെ മാങ്കോപ്പഴമാണ് ഞാൻ ബുക്ക് ചെയ്തത്. ജമോന മാങ്കോപ്പഴം. ഇത് ഇന്ത്യൻ ഇതായിട്ടുള്ള പഴമാണ് കേട്ടോ, ഒറിജിനായിട്ടുള്ള പഴമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ സൈറ്റ് വഴി ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവർ നല്ല പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം. സോഫ്റ്റ്. അതായത് ഇവരുടെ ഓഫീസ് ഡ്യൂസൽഡോർഫിലുണ്ട്. അപ്പോൾ ഇവർ അവിടെ നിന്നാണിത് സെയിൽ ചെയ്യുന്നത്. മുംബൈയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്തേക്കണത് ഈ പഴം. അതെ, നവി മുംബൈയിൽ നിന്ന് കയറി ഫ്ലൈറ്റ് കയറി അവസാനം ഡ്യൂസൽഡോർഫിലെത്തി. ഡ്യൂസൽഡോർഫിൽ നിന്ന് ഇപ്പോൾ ഇതേ ഓൾഡൻബുർഗിലെത്തി നിൽക്കേണ്ട. നല്ല പഴുത്ത മണം. നല്ല മണമുണ്ട്. ഇതിങ്ങനെ ഒരു പഞ്ഞി പോലത്തെ ഇത് വെച്ചിട്ട് നല്ല സേഫായിട്ടാണ് പാക്ക് ചെയ്ത് വിട്ടേക്കണവർ. കണ്ടില്ലേ, ഇത് 4, 8, 12 സ്റ്റൂക്ക്, 12 എണ്ണം കേട്ടോ. നമുക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുറിക്കാം കേട്ടോ. വാവ്, അടിപൊളി. നല്ല പഴുത്ത്, നല്ല അടിപൊളി. കണ്ടില്ലേ, ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടെടുത്തിട്ട് പൊളി. അടിപൊളി. കിട്ടി, മുഴുവൻ പുറത്തേക്ക് വന്നിട്ടോ. നല്ല പഴുത്ത്, നല്ല അടിപൊളി. എന്താ കൈസ്, ഇവിടെയൊക്കെ ഞാൻ കഴിച്ചോട്ടെ. കട്ട് ചെയ്തിട്ട് കഴിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഒന്നും പറയാനില്ല. നമ്മുടെ നാട്ടിലത്തെ ഓർമ്മ തന്നെ. നാട്ടിലത്തെ ആ പഴുത്ത മാങ്ങ. ഇപ്പം നിങ്ങളിത് അബ്രോഡൊക്കെ നിൽക്കണവർക്ക് നാട്ടിലത്തെ മാങ്ങ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടാനില്ല. പ്രത്യേകിച്ച് ജർമ്മനിയിൽ ഇങ്ങനത്തെ മാങ്ങ കിട്ടില്ല, ഇത്രയും മധുരമുള്ളത്. അടിപൊളി. ഇത് ഒരെണ്ണം കഴിച്ചോട്ടെ.
സൂപ്പർ. ഇത് വെച്ച് നമ്മൾ വേറെ സാധനം കൂടി ഉണ്ടാക്കണമെന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇടാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, അതിനകത്തുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ ബുക്ക് ചെയ്ത് നോക്കാം. പിന്നെന്താണ്, അത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെ ബുക്ക് ചെയ്ത് വന്നപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്താണ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റൂ കൂടി ഞാൻ കഴിക്കട്ടെ. അതിൻ്റെ തൊലി കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ തൊലി കൂടി ഒന്ന് കൂട്ടിയിട്ട് കഴിച്ച് നോക്കട്ടെ. തൊലിക്ക് കയ്പെണ്ണാന്ന് അറിയില്ല. തൊലിക്ക് കയ്പൊന്നുമില്ല കേട്ടോ. അവസാനം ചവച്ചങ്ങോടെ ഇറക്കുന്ന സമയത്ത് ചെറിയൊരു പുളിയുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല, വേണമെങ്കിൽ തൊലിയും കഴിക്കാം. ഇത് ഞാൻ തൊലിയും കൂടി കഴിക്കാം. തൊലിയുടെ വാഴയിട്ടാലും മാങ്ങ അലുത്ത് പോകേണ്ട, വയലിട്ട് അലുത്ത് പോവും. അത്ര ഉണ്ട്. അത്രയും വെണ്ണ പോലത്തെ പഴം, മാങ്ങാപ്പഴം.